ഈ ചർമ്മം ഏത് മൃഗത്തിന്റേതാണെന്ന് ആരാണ് കൃത്യമായി പറയുന്നത് അയാൾക്ക് ആ രാജകുമാരി വിവാഹം ചെയ്യാൻ സാധിക്കുമായിരുന്നു. ആദ്യമായി വന്ന ആൾ ആ ചർമ്മം വളരെ സൂക്ഷ്മതയോടെ നിരീക്ഷിച്ച ശേഷം അതൊരു എലിയുടെ ചർമ്മമാണെന്ന് വളരെ ആത്മവിശ്വാസത്തോടെ പറയുന്നു. എന്നാൽ രാജാവ് അത് തെറ്റായ ഉത്തരമാണെന്ന് അറിയിച്ചു. തുടർന്ന് രണ്ടാമത്തെ ആൾ മുന്നോട്ട് വന്ന് ഒരു പുത കണ്ണാടി പുറത്തേക്കെടുത്ത് ചർമ്മം വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു. ഏറെ നേരം നോക്കി നിന്ന ശേഷം അതൊരു ഉറുമ്പിന്റെ ചർമ്മമാണെന്ന് അയാൾ വിളിച്ചു പറഞ്ഞു. അതോടെ രാജകുമാരിക്ക് ആശ്വാസമായി. അപ്പോൾ അടുത്തതായി മുന്നോട്ട് വന്ന സുന്ദരനായ രാജകുമാരനെ കണ്ട് രാജകുമാരിക്ക് സന്തോഷമാവുന്നത്. ആദ്യ കാഴ്ചയിൽ തന്നെ രാജകുമാരിക്ക് അവനെ ബോധിച്ചു. അവനെങ്ങനെയും വിജയിക്കണമെന്ന് ആഗ്രഹിച്ച് ശരിയായ ഉത്തരം തന്റെ പിതാവിൽ നിന്നും രഹസ്യമായി മനസ്സിലാക്കി അവന് പറഞ്ഞു കൊടുക്കാൻ അവൾ ശ്രമിച്ചെങ്കിലും രാജാവ് വളരെ സത്യസന്ധനായ ഒരു മനുഷ്യനായതിനാൽ അവൾക്ക് യാതൊരു വിട്ടുവീഴ്ചയും നൽകിയില്ല. അതോടെ ആ രാജകുമാരൻ നൽകിയ ഉത്തരവും തെറ്റായിരുന്നു. പെട്ടെന്ന് ഭയപ്പെടുന്ന രൂപമുള്ള ഒരാൾ മുന്നോട്ട് വന്നു. അയാളെ കണ്ട മാത്രമേ തന്നെ രാജകുമാരി ഭയന്ന് വിറച്ചു. അയാളെ തടയാൻ ഭടന്മാർ ശ്രമിച്ചെങ്കിലും ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ എല്ലാവർക്കും തുല്യ അവകാശമുണ്ടെന്ന് രാജാവ് അറിയിച്ചു. അയാൾ ആ ചർമ്മം വെറുതെ ഒന്ന് മണപ്പിച്ചതേയുള്ളൂ. അതൊരു ചെളിന്റെ ചർമ്മമാണെന്ന് അയാൾ ഉച്ചത്തിൽ പറഞ്ഞു. എന്നാൽ ഞെട്ടിച്ചുകൊണ്ട് അത് ശരിയായ ഉത്തരമായിരുന്നു.